വിക്ടോറിയൻ കാലഘട്ടത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു രഹസ്യ ആശയവിനിമയ മാർഗമായിരുന്നു പൂക്കളുടെ ഭാഷ. ഫ്ലോറിയോഗ്രഫി എന്നറിയപ്പെട്ടിരുന്ന ഈ രീതിയിൽ ഓരോ പൂവിനും ഒരു പ്രത്യേക അർത്ഥം നൽകിയിരുന്നു. വാക്കുകളിലൂടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ആ കാലത്ത് ആളുകൾ ഈ പൂക്കളുടെ ഭാഷയിലൂടെയാണ് തങ്ങളുടെ പ്രണയവും സൗഹൃദവും വെറുപ്പുമെല്ലാം കൈമാറിയിരുന്നത്. ചുവപ്പ് റോസാപ്പൂക്കൾ തീവ്രമായ പ്രണയത്തെയും മഞ്ഞ റോസാപ്പൂക്കൾ സൗഹൃദത്തെയും സൂചിപ്പിക്കുന്നു. താമര ശുദ്ധിയുടെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായിരുന്നു. അതേസമയം സൂര്യകാന്തി ആരാധനയുടെയും വിശ്വസ്തതയുടെയും ചിഹ്നമായി. അതുപോലെ തുളസി വെറുപ്പിന്റെയും ബേസിൽ ദേഷ്യത്തിന്റെയും സന്ദേശം നൽകി. ഒരു പൂവിന്റെ നിറം പോലും അതിന്റെ അർത്ഥം മാറ്റിമറിച്ചു. ഈ രീതിയിൽ പൂക്കൾ തിരഞ്ഞെടുത്തുണ്ടാക്കുന്ന പൂച്ചെണ്ടുകൾക്ക് പോലും ഒരു രഹസ്യ സന്ദേശം ഉണ്ടായിരുന്നു. ഒരു പൂച്ചെണ്ടിൽ വ്യത്യസ്ത പൂക്കൾ ചേർത്ത് നൽകുന്നത് വാക്കുകൾക്ക് അതീതമായ ഒരു കഥ പറയുന്നതിന് തുല്യമായിരുന്നു. ഔദ്യോഗികമായി സംഭാഷണങ്ങൾ നടത്താൻ കഴിയാതിരുന്ന സാമൂഹ്യ സാഹചര്യങ്ങളിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ആളുകൾ കണ്ടെത്തിയ മനോഹരവും രസകരവുമായ ഒരു മാർഗമായിരുന്നു ഈ പൂക്കളുടെ ഭാഷ.